പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് മലയോര ജില്ലയായ ഇടുക്കിയിൽ പര്യടനം നടത്തും. ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇന്നലെ ജില്ലയിൽ പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ചെറുതോണിയിലാണ് ആദ്യ സ്വീകരണം. തുടർന്ന് ദേവികുളം മണ്ഡലത്തിൽപ്പെട്ട അടിമാലിയിലും ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടത്തും സ്വീകരണം നൽകും. പീരുമേട് മണ്ഡലത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിലാണ് 22ാം ദിന പര്യടനത്തിന്റെ സമാപനം. ഇന്നലെ വൈകിട്ട് ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ജില്ലാ അതിർത്തിയിൽ ലഭിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MM മണി, ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചേർന്ന് ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ചുവപ്പ് സേനാംഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി ജാഥ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം തൊടുപുഴ. മങ്ങാട്ടുകവലയിലെ ബസ് സ്റ്റാൻഡ് മൈതാനം ജനനിബിഡം. ജാഥ എത്തിയത് 2 മണിക്കൂർ വൈകിയാണെങ്കിലും പതിനായിരങ്ങളാണ് ജനനായകനെ കാത്തുനിന്നത്. വാദ്യമേള ഘോഷങ്ങളുടെയും ആകാശം ഭേദിക്കുന്ന മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ പിണറായിയെ വേദിയിലേക്ക് ആനയിച്ചു. ഇന്നലെ ജാഥ പര്യടനം നടത്തിയ എറണാകുളം ജില്ലയിലെ പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിലും ഉജ്ജ്വല വരവേൽപ്പായിരുന്നു ജാഥയ്ക്ക് ലഭിച്ചത്. പതിനായിരങ്ങൾ അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ ജാഥാനായകനെ വരവേറ്റു. സോളാർ വിഷയത്തിലൂന്നി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിശിത വിമർശനമാണ് പിണറായി നടത്തിയത്. വൃത്തികേട് കാണിക്കുന്നത് അധിക യോഗ്യതയായി കാണുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് പിണറായി പറഞ്ഞു. വർഗീയത കിടം നൽകാനുള്ള ചില കരുനീക്കങ്ങൾ അണിയറക്കുള്ളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നേരത്തെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടായതാണ്. ആ കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടവർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നവകേരള മാർച്ചിന്റെ ഇടുക്കി ജില്ലയിലെ പര്യടനം ഇന്നു പൂർത്തിയാകും. ജാഥ നാളെ കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്.